ശരിക്കും എനിക്ക് സുരാജിനോട് ആദ്യമായിട്ടാണ് ഞാൻ സിനിമയിൽ ഇത്രയും വലിയ ക്യാരക്ടർ ചെയ്യുന്നത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ബോസ് കൂട്ടുകാരനായിട്ട് തോന്നുന്നത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. റിലീസ് പറയാനുള്ള എക്സൈറ്റ്മെന്റ്. അവസാനം രണ്ടുപേരും കരഞ്ഞ് കണ്ണു അല്ലേ? നിങ്ങൾ കരഞ്ഞോ? അവസാനം ഞാൻ ഡെലിവറി ആവില്ലേ പ്രാർത്ഥിച്ചോണ്ടിരിക്കുകയല്ലേ ഉള്ളൂ. കാരണം ഇന്നലെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാൻ ഡെലിവറി ആവില്ലേ, എനിക്ക് കണ്ടിട്ട് മതി. പിന്നെ ട്രൈലർ കട്ട് ചെയ്തപ്പോൾ ഞാൻ വരും ഉറപ്പാണ്. പിന്നെ ഞാൻ തങ്കത്തിനെ വിളിച്ച് പറയും ഞാൻ ഉറപ്പായിട്ട് വന്നിരിക്കും പറഞ്ഞിട്ട് എങ്ങനെ അവർ മൂവി. നമുക്ക് സുരാജേട്ടന്റെ ആ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് അത് തോന്നുന്നില്ല. ഫസ്റ്റ് വലിയൊരു സുരാജേട്ടനെ അത് കാണാൻ പറ്റി. പിന്നെ ഇത്രയാണെങ്കിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ജോലിയായിട്ട് പോകുന്ന ഇമോഷൻസ് നമുക്ക് പെട്ടെന്ന് വന്നാലും അതേപോലെ ഭയങ്കര കരച്ചിലില്ല. ഫസ്റ്റ് ഹാഫ് ഭയങ്കര കോമഡിയാണ്, സെക്കൻഡ് ഹാഫ് കുറച്ച് ഇമോഷണൽ ആണ്. നല്ലത്. ആവശ്യത്തിന് ചിരിക്കാം. എന്നാ സെന്റിമെന്റ്സും ഉണ്ട്. നമുക്ക് എന്റർടൈൻ ആണ്. ടൈം പോയത് അറിഞ്ഞില്ല. 2.25 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. സത്യം നല്ല മൂവിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുറെ കാലമായിട്ടുള്ള ഒരു പ്രത്യേക ഒരു അഭിനയം നന്നായിട്ടുണ്ട് രണ്ടുപേരുടെ അഭിനയം. അതുപോലെ തന്നെ കഥ, തങ്കത്തിന്റെ കഥ സൂപ്പർ കഥ. 2.5 മണിക്കൂർ ഉള്ളതുകൊണ്ട് ഒരു ലാഗിങ്ങില്ല. അടിപൊളി അടിപൊളി സൂപ്പർ. നല്ല സിനിമ, നല്ല പടം. കിട്ടില്ല പടമാണ്. ആസിഫിന്റെ രണ്ടാമത് തിരിച്ചു വരണം. 2.5 മണിക്കൂർ ലാഗില്ല. പക്കായിട്ട് എന്റർടൈൻ ചെയ്യാൻ കിട്ടില്ല പോലെ. ക്ലൈമാക്സ് ഒന്നും പറയാനില്ല. നല്ല ഫീലിംഗ്, ഇമോഷണൽ എല്ലാം ഉള്ള പടം. നല്ല അത്യാവശ്യം കാണാൻ പറ്റില്ല. 2.5 മണിക്കൂർ ഇല്ല, നല്ല മക്കളുടെ കൂളി കെമിസ്ട്രി, ഒരു രക്ഷയിലെ കെമിസ്ട്രിയാണ്. നല്ല രസമായിട്ട് എത്തിയിട്ടുണ്ട്. ക്യാരക്ടർ നല്ല നല്ല ഇതുണ്ട്. പക്ക മേഖല നല്ല ഓൾറൗണ്ട് എല്ലാം പറ്റും. ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടിയാണ്. യൂത്തിന് ഫസ്റ്റായിട്ട് വന്ന് കാണാൻ പറ്റില്ല. ശരിക്കും പണം ഉള്ളത് വന്ന് കാണേണ്ട പടം. എല്ലാവരും അതായ കഥാപാത്രങ്ങൾ, സന്തോഷം, നല്ല ഇതുപോലൊരു പടം ആദ്യമായിട്ട് കാണുന്നതാണ്. അടിപൊളി പടം. ആസ്വദിക്കാൻ സൂപ്പർ അഭിനയം. സ്വരാജ്യം അടിപൊളി രണ്ടുപേരുടെ. പറഞ്ഞറിയിക്കാൻ ആദ്യമായിട്ടാണ് പിന്നെ ഇപ്പൊ അത് കണ്ടോണ്ടേ എന്റെ മോനെ ഞാൻ കെട്ടിപ്പൊടി ചുമ്പ കൊടുത്തു. അത്ര അവരെ രണ്ടുപേരെ ഇഷ്ടപ്പെട്ടു. കോമഡി ആർട്ടിസ്റ്റായ സൂരജ് ബെഞ്ഞാറമോണിന്റെ ഒരു വെറൈറ്റി ഇതായിട്ട് തോന്നി. ഒരുപാട് സന്തോഷം. ഭയങ്കര റെസ്പോൺസ് ആണ് കേരളം മൊത്തം കേൾക്കുന്നത്. എല്ലാവരും ഭയങ്കര അവസാനം ഭയങ്കര ഇമോഷണലി കണക്ട് ആയി എന്നാണ് പറയുന്നത്. തീർച്ചയായും അങ്ങനെയാണ് കേൾക്കുന്നത്. ഫസ്റ്റ് ഷോയിലെ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ സെന്ററുകളും മറ്റേ നല്ല റെസ്പോൺസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാം ഈവനിങ്ങൊക്കെ ആകുമ്പോൾ അറിയാം. ഈ സിനിമ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി. സംസാരിക്കും, വളരെ അഭിപ്രായം ചോദിക്കുമ്പോൾ ഒന്നും ഉണ്ടാകാൻ ഏറ്റവും ലാസ്റ്റ് എല്ലാവരും തിയേറ്ററിൽ ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഇറങ്ങുന്നത്. ഭയങ്കരമായിട്ട് ഇമോഷണലി ടച്ച് ചെയ്തൊരു സിനിമയായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു കഥാപാത്രം രണ്ടുപേർക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ അറിയുള്ളൂ. ഇങ്ങനെ കഥാപാത്രം കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അത് ചെയ്യുന്നതിനേക്കാൾ വലിയ ഭാഗ്യമാണ് ഇത്തരം രണ്ട് ഭയങ്കര ജമ്മായിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങൾ. അതിലെനിക്ക് എന്റെ അടുത്ത കൂട്ടുകാരൻ ഇപ്പോൾ സുരാജ് ചേട്ടൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആസിഫിന്റെ ഒരു കഴിഞ്ഞൊരു ഗ്രാഫ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന തലവൻ കഴിഞ്ഞ് ലെവൽ ക്രോസ് കഴിഞ്ഞ് ഇത് അങ്ങനെ മൂന്ന് ക്യാരക്ടേഴ്സ് ആണല്ലോ ചെയ്യുന്നത്. ഭയങ്കര വേഴ്സിറ്റാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ആസിഫിനെ കണ്ടത് കെട്ടിപ്പിടിക്കണം. അതിപ്പോ അവൻ പോയി, ഞാൻ നേരെ അവന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. കാരണം ഭയങ്കര രസമായിട്ട് കൊടുങ്ങല്ലൂർ ഭാഷയെ കുറിച്ച് ആസിഫ് ഈ പടം കമ്മിറ്റ് ചെയ്യുമ്പോഴേ എന്നെ ഒരു കൊടുങ്ങല്ലൂർ ഭാഷയാണ് എന്തെങ്കിലും പിടിക്കണം എന്നുള്ള സംഭവം. പക്ഷെ അത് നന്നായിട്ട് ആ ക്യാരക്ടർ ടഫാണ്. നമ്മൾ കൊച്ചി ഭാഷ പറയുന്നത് ഇത്രയും കൊച്ചിക്കും തൃശ്ശൂരിനും ഇടയിലുള്ള ഒരു സ്ലാങ് ആണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അസലായിട്ട് അല്ല, അതിന് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ആസിഫും നമ്മളെല്ലാവരും ഇട്ടിരുന്നു. നമുക്ക് മുന്നോട്ട് പോയല്ലേ പറ്റൂ. നമ്മുടെ സ്കൂളുകൾ തുറന്നു, കോളേജ് തുറന്നു, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ തുറന്നു, പട്ടാളക്കാർ വന്നാലും തിരിച്ചു
തിരിച്ചു പോയി see, നമുക്ക് മുന്നോട്ട് പോയാൽ ഇതൊരു ഇൻഡസ്ട്രിയാണ്. നമ്മളപ്പോ അതിനുവേണ്ടി എത്ര നാൾ ദുഃഖം ആചരിക്കും അല്ലെ? ഞാൻ ചോദിച്ചോട്ടെ, 2 വർഷം ദുഃഖം ആചരിച്ചാൽ തീരുന്ന സങ്കടമാണോ? അല്ലല്ലോ. മുന്നോട്ട് പോയേ പറ്റുള്ളൂ, അത് ജീവിച്ചേ പറ്റുള്ളൂ. എന്നാലും ഭയങ്കര സന്തോഷം. അഡിയോസ് അമീഗോ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എന്നുള്ളതാണ്. ഭയങ്കര രസമായിട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. മിനിഞ്ഞാന്ന് ഇറങ്ങിയ പാട്ടുണ്ട്, ഇനിയും കാണാമെന്ന് പറയുന്നത് എന്ത് രസമായിട്ട് പാടാം. സിനിമ കഴിയുമ്പോഴും നമ്മളത് കണ്ടാതെ നമ്മളത് ക്യാരി ചെയ്യുന്നുണ്ട്, ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്.